ഹായ് ഗൈസ് ഞാനല്ല ഒരു പ്രോഗ്രാമിന് കേട്ടാ നമ്മുടെ മുഴപ്പിലങ്ങാട് ബീച്ച് ഫെസ്റ്റ് അവിടെ എൻ്റെ ഗാനങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് അവിടത്തേക്ക് പ്രോഗ്രാമിന് കേട്ടാ. അപ്പോൾ ഒരാഴ്ച മുമ്പ് ഞാനവിടെ പ്രോഗ്രാം ചെയ്തിനി. അപ്പോൾ ഇന്നും അവിടെ പ്രോഗ്രാമുണ്ട്. ഓക്കെ, അപ്പോൾ വിഷുവിൻ്റെ തിരക്കില്ല, നല്ല ആളായിരിക്കും, നല്ല ക്ലൗഡായിരിക്കും. അപ്പോൾ ഇന്നലെ ഇന്ന് വിഷുവിൻ്റെ പിറ്റേ ദിവസം കേട്ടോ. ഇന്ന് ചൊവ്വാഴ്ച, തിങ്കളാഴ്ച വിഷു, ചൊവ്വാഴ്ച ഇന്ന് എനിക്ക് കാണാം അവിടെ കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി, അതിനെ വീട്ടിൽ നിന്ന് ഇൻട്രോ എടുക്കാൻ കഴിഞ്ഞു. നേരെ നമുക്ക് പയങ്ങാടിൽ പോവാം. ഓക്കെ, പയങ്ങാടിയിലേക്ക് നമ്മളൊരു പാട്ടുകാരൻ വരുന്നുണ്ട് കാസർഗോഡ് നിന്ന്. എന്നിട്ട് അവിടെ നിന്ന് വരെ വണ്ടി പോവാം. ഓക്കെ, നേരെ മുഴപ്പിലങ്ങാടിലേക്ക്. തിരക്കുണ്ടോ അറിയില്ല, റഷ് ഉണ്ടോ എന്നല്ല, റോഡിൽ പക്ഷേ റഷ് ആയിരിക്കും, അറിയില്ല, നോക്കാം. അപ്പോൾ വീഡിയോ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ സബ്സ്ക്രൈബ് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൊക്കെ ഒന്ന് എനേബിൾ ചെയ്യാം, മറക്കാതിട്ടൊന്ന് ചെയ്യട്ടോ. ഓക്കെ എന്നാൽ ഇന്നലെ ഈ സമയത്ത് മഴ ഉണ്ടായിന് കേട്ടോ. ഒരു 5 മണി 5:30 ആ സമയത്ത്, ഇപ്പം 5:30 മണിയായി, 5:21 കേട്ടോ. ഇന്നലെ ഈ സമയത്ത് മഴയാണ്. പെട്ടെന്ന് കുട്ടിങ്ങര കാലാവസ്ഥ മാറി നല്ല മഴ വരും. മോശമില്ലാത്തൊരു മഴ ഉണ്ടായി, നല്ല മഴ ഒന്നല്ല, ഒരു മോശമില്ലാത്ത മഴ. ഇന്ന് ഇനി പെട്ടെന്ന് കാലാവസ്ഥ മാറുമെന്ന് അറിയില്ല, മഴക്കാർ അങ്ങോട്ടുണ്ടോ എന്നൊരു ഡൗട്ട്. നോക്കാം. നമ്മളെ ചങ്ങായി കേട്ടോ, ചായ നീ ചായ പറഞ്ഞാ ഗായ്സ്. ഞാൻ നമ്മളെ ഈ കോംപ്ലക്സിൻ്റെ ഇവിടെ വണ്ടി വെച്ചേട്ടാ, വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്, വീട് കിട്ടെ, എൻ്റെ രാത്രി എടുക്കാം. ഓക്കെ, പയങ്ങാടിയിൽ നിന്ന് വിട്ടു കേട്ടോ. നല്ല ബ്ലോക്ക്, അടിപൊളി ബ്ലോക്ക്. ഇതേടെ സ്ഥലത്തിടമ്മ ബൈപ്പാസ് എത്താൻ പോകുന്നല്ലേ, താഴെ ചൊവ്വ അല്ലേ? അത് സിറ്റി വഴി പോകണം. അത് എവിടെയോ കുറേ പോകേണ്ടി വരില്ലേ, പോകേണ്ടി വരും തോന്നുന്നു. ഭയങ്കര ബ്ലോക്ക്, അടിപൊളി ബ്ലോക്ക്. എടാ ഇത്ര സമയം നിലവിട്ട് കളിക്കുന്നു. കറക്റ്റ് മുഴപ്പിലങ്ങാട് ബീച്ചിൻ്റെ റോഡ് കയറി കേട്ടാ, ഗേറ്റ് ട്രെയിൻ നിർത്തി. അതവരെ സിഗ്നൽ ഇല്ലാണ്ടിരിക്കുമ്പോൾ അവർ നിർത്തും. ഇതാ റെയിൽവേ. അങ്ങനെയല്ല നമ്മൾ ഇപ്പുറം കയറി നേരെ ബീച്ചിലേക്ക്. നമ്മങ്ങനെ ബീച്ചിലെത്തി. ഇത് ബീച്ചിലേക്ക് ഇറങ്ങുന്നത്, നമുക്ക് ഇപ്പുറത്തേ കയറാം. എവിടെ വെച്ചിട്ടാ പൊട്ടിച്ചിനി, അങ്ങനെ വിട്ടോ. അങ്ങനെ ബീച്ചിലെത്തി കേട്ടോ. നമ്മൾ ബീച്ചിലേക്ക് വണ്ടി ഇറക്കുന്നില്ല, നമ്മളിപ്പുറം ബീച്ചിൻ്റെ തൊട്ടിപ്പുറത്തേക്കുള്ള റോഡുണ്ട്, ആ റോഡ് അങ്ങനെ തന്നെ പോയാൽ. കാര്യം രാത്രിയാകുമ്പോൾ വെള്ളം കയറാൻ സാധ്യതയുണ്ട്. വേലിയേറ്റത്തിൻ്റെ സമയമാണെങ്കിൽ. കാരണം ഞാൻ പറഞ്ഞില്ല, ഒരാഴ്ച മുമ്പ് ഇവിടെ വന്നേരം അതൊരു പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മൾ സ്റ്റേ ചെയ്യുന്ന അനൗൺസ് ചെയ്തതിന് ഇവനെ വണ്ടി മാറ്റാൻ വേണ്ടിക്ക്, കാരണം ഉള്ള വണ്ടിക്ക് തേച്ചും വെള്ളം വന്നടിക്കുന്നത്. ബീച്ചിൽ വെച്ചേ സ്റ്റേജിൻ്റെ അവിടെ വന്ന് ഇരിക്കുന്നവർക്ക് അറിയുന്നില്ലല്ലോ ഈ സംഭവം എന്താണ്. അപ്പോൾ അവിടെ വെച്ച് തന്നെ പണി കിട്ടും. നമുക്കിപ്പുറം വെക്കാം. റോഡ് മോശമാണല്ലേ, അടിപൊളി റോഡ്, കുഴിയുണ്ട്, കുളമുണ്ട്. വോയിസ് നമ്മളിങ്ങനെ വൃത്തിയോട്ടാ ഇറങ്ങട്ടെ, വണ്ടി സൈഡാക്കി. എന്താ സുഖം, എന്താ കാറ്റ്, എന്താ കാറ്റ് മതിയുടെ ഇവനെ. ഇതന്നെ ഈ കാണുന്ന തന്നെ ഫെസ്റ്റ് കേട്ടോ. അല്ല എൻട്രൻസ് ഇത് അങ്ങാടാ. അമ്മ മുമ്പ് വന്നിനിപ്പോൾ ഒരാഴ്ച മുമ്പ് വന്നിട്ട് പ്രോഗ്രാം ചെയ്താൽ. ഇനി ഇവിടുന്ന് നമുക്കിങ്ങനെ ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാൻ, അങ്ങത്തോളം കുറച്ച് നടക്കാനുണ്ട്. വാടാ സുക്കുറേ, കടലിൻ്റെ മക്കളാ കടലിൻ്റെ. നമ്മൾ നടക്കുകയാണ്. എൻട്രൻസ് ചെയ്ത് ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട്, കുഴപ്പമില്ല, ആളുണ്ട്, കുറച്ച് ആൾക്കാരുണ്ട്. നമ്മളെ മനീഷരായി പറഞ്ഞേ, നമ്മൾ ആദ്യമായിട്ടാണല്ലേ കൂടുന്നത്. ഇതിൽ കയറാം. 2 എണ്ണം വരാൻ ഐറ്റങ്ങൾ തന്നെ ഇപ്പോൾ കേട്ടിൽ. ഇതാണ് എൻട്രൻസ് കേട്ടോ. ഇതാ മുഴപ്പിലങ്ങാട് ബീച്ച് ഫെസ്റ്റ് 2025, 9ാമത് ബീച്ച് ഫെസ്റ്റ് കേട്ടോ. അപ്പോൾ ഇതിലൂട്ടിയാണ് കയറാം. കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ, കയറുന്നുണ്ട്. സിംഗേഴ്സാണേ പ്രോഗ്രാം. 2 ആൾ കൂടെ വരുന്നുണ്ടേ. ഇത് ടോക്കാണ്. നടന്നോ. ഇത് ഫുള്ള് ചെടികൾ, ഗാർഡൻസ് കണ്ടോ. ഇതൊന്നും ഇപ്പം കാണിക്കാൻ സമയമില്ല, മിന്നാത്തെ പോലെ തന്നെ തിരക്കിട്ട് പോയെന്ന്. പോയിട്ട് നമുക്ക് മാറ്റണോ ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് വേണം ഇറങ്ങാൻ വേണ്ടിക്ക്. കുറച്ച് ടൈം എടുക്കും, ഇച്ചിരി ടൈം എടുക്കും. ജസ്റ്റ് ഫ്രണ്ടെല്ലാം കാണിച്ചു കേട്ടാ, ഞാൻ മിന്നാന്ന് കണ്ടേന്ന് ഇടക്കിടയ്ക്ക് പറഞ്ഞു കൊടുക്കും. കടലിൻ്റെ മക്കളാ കടലിൻ്റെ. ഇതാ മഴ പെയ്യോടെ ഇവനെ, എന്തൊരു കാറ്റടിക്കുന്നുണ്ടല്ലോ തണുത്തേ മനീഷ. ഏറെക്കുറെ മഴ പെയ്യാൻ സാധ്യത ഉണ്ട്. ഇതാ കാറ്റാടി മരങ്ങളും സ്റ്റാറും ലൈറ്റും സെറ്റപ്പും. ഊനാലുണ്ട്, ഊനാലാടുന്നുണ്ട് പിള്ളേർ അല്ലേ. വൈബാണ്, നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നില്ലെന്നേ ഉള്ളൂ.
അവനെ തിരക്കിട്ട് പോയാലും എവിടെ പോയാലും ഇതാണ് അവസ്ഥ, തിരക്കിട്ട് പോയാൽ ശരിയാവും. അത് എക്സിറ്റ് അങ്ങോട്ടേക്കാണേ, എക്സിറ്റ് അങ്ങോട്ട്. ഓരോ സ്റ്റാളുകൾ ഇതാ മാല വള എല്ലാം ഉണ്ട്, മാല വള എല്ലാം ഉണ്ട്. നൊസ്റ്റാൾജിയ, ഇത് നൊസ്റ്റാൾജിയ കേട്ടോ, നൊസ്റ്റാൾജിയ കണ്ടോ. കടലിൻ്റെ മക്കളാ കടലിൻ്റെ സ്റ്റേജിനടുത്ത് കേട്ടോ, സ്റ്റേജ് സ്റ്റേജ് ഇവിടെ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഒരാഴ്ച മുമ്പ് പരിപാടി ചെയ്തത്. ഇത് ആകാശത്തോട്ടിൽ നമ്മളങ്ങനെ കുലുക്കി അടിക്കാൻ വെച്ചിട്ട് വന്നതാണ്, കുലുക്കി അടിക്കുന്നത്. ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന 2 3 ഇവനെന്തെങ്കിലും പണിയെടുക്കുന്നുണ്ട്, നോക്കട്ടെ. പച്ചമുളക് മുടിയനാണല്ലോ. ഇവിടെ 2 ക്ലാസ്സാണോ 4 ക്ലാസ്സാണ് ചേട്ടാ? അപ്പോൾ അങ്ങനാ. ഇവിടെ മൂട് പോലെ ഇരിക്കും. മതി കുലിക്കാൻ മതി വേണ്ടി കുലിക്കാൻ മതി. നമ്മൾ സമയമില്ലാന്ന് പറഞ്ഞോണ്ട് കുടിച്ചു നോക്കിയാ ഭയങ്കരിക്ക് എങ്ങനെ ഇരിക്കുന്നു? അടിപൊളിയാ? കുഴപ്പമില്ല. എന്താ പറയണ്ട? കുടിച്ചോക്കട്ടെ. ദേശം പൂട്ടിന് തന്നെ ആള് കേട്ടോ, അടിപൊളിയാണ് നൈസാ. ബീച്ച് ഫെസ്റ്റിൻ്റെ 9ാമത് ജൈത്രയാത്രയാണ് ഇവിടെ തുടങ്ങിയത്. അപ്പോൾ മുഴപ്പിലങ്ങാട് ബീച്ച് ഫെസ്റ്റോട് അനുബന്ധിച്ച് പ്രിയ പാട്ടുകാരി ശ്രീലക്ഷ്മി ഒരുക്കുന്ന പരിപാടി കഴിഞ്ഞ് പിന്നെ നമ്മൾ പ്രോഗ്രാം ചെയ്തെന്ന് വെച്ചാൽ നമ്മളെ കൂടെ ശ്രീലക്ഷ്മി ശങ്കർദേവ ഉണ്ടായിരുന്നത്. ഇതാ ശ്രീലക്ഷ്മി ശങ്കർദേവ് കണ്ടോ. മുഴപ്പിലങ്ങാട് ബീച്ച് ഫെസ്റ്റ് 2025 9ാമത് ബീച്ച് ഫെസ്റ്റ് 2025 ഇതാ 29 മുതൽ 2025 മാർച്ച് 29 മുതൽ ഏപ്രിൽ 21 വരെ. ഓക്കെ, നമ്മുടെ സൗണ്ട് ഓപ്പറേറ്റർ പറഞ്ഞോ? അല്ലൂട്ടി. യാ പ്ലേസ് സ്ഥലം പേരാവൂർ. നല്ല സൗണ്ടായിരുന്നു, അടിപൊളി സൗണ്ടാണ് കേട്ടോ, ഒന്നും പറയാനല്ല, നല്ല അടിപൊളിയാണ്. എടാ നീയപ്പാളത്തിന് ആൾക്കാരെല്ലാം പോയി കേട്ടോ, ഏകദേശം പോട്ടെന്നോ. ഇൻഷാ അല്ലാഹ് നമുക്ക് കാണാം. വരും, ഇത് 2ാമത്തെ അടുത്താണ് എടുത്തേക്ക്. അന്ന് വന്നിട്ടില്ലേ കഴിഞ്ഞ ആഴ്ച? ഉണ്ടാവും, നോക്കി ചെയ്യാം. പോവാ വരുന്നേ. ഓക്കെ ശരി, ഇൻഷാ അല്ലാഹ്. ഒരു വെള്ളം എടുത്തിന്. പാനി മസ്. ഇത് ആൾക്കാരെല്ലാം പോയി കേട്ടോ. പരിപാടി കഴിയുന്നേരം ആൾക്കാരുണ്ടായിരുന്നു. നല്ല ക്ലോഡായിരുന്നു ഇന്ന് വിഷുവിൻ്റെ പിറ്റേന്നല്ലേ, വിഷുവിൻ്റെ പിറ്റേന്നാണ്ട് നല്ല ക്ലോഡായിരുന്നു.
കസേരയെല്ലാം കാലി. നമ്മൾ സ്റ്റേജ് ലൈറ്റെല്ലാം ഓഫ്. അപ്പോൾ മനീഷ എടുക്കടാ അവിടെ ഉണ്ട്. എന്തോ കിട്ടുമ്പോൾ വിശക്കുന്നുണ്ട്, സത്യം പറഞ്ഞാൽ വിശക്കുന്നുണ്ട്, നല്ല വിശപ്പുണ്ട്. ഗോയിസ് ഇവിടുന്ന് വിടാം കേട്ടോ. ഓക്കെ, ഹായ് 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 പോവാ. ഗോയിസ് ഇതെല്ലാം കാലി. ഇവിടെ എത്ര ആൾക്കാരുണ്ടെന്ന് അറിയാം, നല്ല ആൾക്കാർ. നീ ഒന്ന് തിരിച്ച് കളിക്കൊന്ന് നോക്കട്ടെ. തിരിച്ചേ മതി പോ സുറ. ഇവിടെ ചായയും കടിയും. ഇത് നമ്മളെ നാട്ടുകാരനാന്ന് അറിയുന്നുണ്ടല്ലേ? ഇത് നാട്ടുകാരൻ. ആരാ നാട്ടുകാരൻ? ഇവനല്ലേ ചെക്കൻ നമ്മളെ നാട്ടിൽ. എടാ നീ എവിടെ സ്ഥലം നാട്ടിൽ? പയങ്ങടിയാ? ആ പയങ്ങാടല്ലേ. നീയോ? ഇവിടെ അല്ലേ? എനിക്കെന്താ പറയാനില്ലേ? അവർക്കൊന്നും മനസ്സിലായില്ല. എന്താ ചോദിച്ചത്? എന്താ ചോദിച്ചെന്ന് മനസ്സിലായില്ല. എന്തിനാ ചോദിച്ചത്? എന്താ ചോദിച്ചെന്ന് മനസ്സിലായില്ലേ? പയങ്ങാടിലാന്ന് പറഞ്ഞില്ലേ? അത് മതി, അത്രയേ വേണ്ടി. പരിപാടി ജോറായില്ലേ? അത് മതി, അത്രയേ വേണ്ടി. അവിടെ എല്ലാം കാലിയല്ലേ, എല്ലാവരും പോയി. ഇവിടെ എന്ത് ക്ലൗഡ് ഉണ്ടായിരുന്നല്ലേ. നമുക്ക് നേരെ ഇവിടുന്ന് നാട്ടിലേക്ക് കേട്ടോ. ഓക്കെ, നമ്മളെ വണ്ടിയിൽ അങ്ങനല്ലേ മന്ന ബൾബുകൾ മിന്നി കത്തുമ്പോൾ അത് എടുക്കായിരുന്നു. അതൊന്നും ഓർമ്മയിലൂടെ അതിൻ്റെ മുകളിൽ എത്തിയാലോ. ചെയിൻ സോങ് ഇത് നമ്മളെ ഇക്ബാലിക്ക ഒരു ഹായ് പറഞ്ഞു. നമ്മളെ സ്വന്തം ഇക്ബാലിക്കാണ്. നമ്മളെ ഷമീർക്ക, ഇക്ബാലിക്ക, ഇവരാണ് നമ്മൾ ഇന്നത്തെ ആൾക്കാർ. ഗൈസ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയേട്ടാ പോയെന്ന്. മനീഷ് വണ്ടി വളക്കുന്നുണ്ട്. ഇന്ന് മോശമില്ലാത്ത പരിപാടി കേട്ടോ. നല്ല അടിപൊളിയായി കൊടുത്തിന്. നല്ല അടിപൊളി പരിപാടിയായി കൊടുത്തിന് കേട്ടോ. മോശമില്ലാത്ത പരിപാടിയാണ്. വളക്കുന്നുണ്ട്. എടുക്കട്ടെ. ആരോ ഇതാ കാണുന്ന ബീച്ച്, അവിടെ ബീച്ച് കേട്ടോ. ഇപ്പം പോകണ്ട, വെള്ളം ഏറ്റാണ്. വെള്ളം ഇങ്ങത്തോളം വെള്ളമുണ്ട് കേട്ടോ. അതൊന്നും വണ്ടി വെക്കാനില്ല, വണ്ടി ഇറക്കാൻ കഴിയില്ല തോന്നുന്നു കേട്ടോ. കാരണം ഇങ്ങ് വരെ വെള്ളം വരുന്നുണ്ട്. ഇങ്ങ് വരെ വെള്ളമുണ്ട്. ആ സ്കൂട്ടി പോകുന്നുണ്ട് കേട്ടോ അതിലൂട്ടെ. പക്ഷെ നല്ലോണം ഇങ്ങത്തോളം വെള്ളമുണ്ട്. ഏറ്റാണ് ഈ രാത്രി ടൈമും. അതാ സംഭവം. കഴിഞ്ഞ പ്രാവശ്യം വന്നേരോ ഇവിടെ പ്രോഗ്രാം വന്ന സമയത്ത് നമ്മൾ സ്റ്റേജിൽ നിന്ന് വിളിച്ചറിയതിന് വണ്ടിയെല്ലാം എന്താ പറയുക, അവിടെ കടപ്പുറം വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടാവും ഇഷ്ടം പോലെ. കാറും ബൈക്കെല്ലാം, കൂടുതൽ കാറ്. അപ്പോൾ വെള്ളം അടിച്ചിട്ട് കാറിന് വന്ന് അടിക്കുന്ന വെള്ളം മനസ്സിലായി. അപ്പോൾ വണ്ടി എടുത്ത് മാറ്റണമെന്ന് നമ്മൾ അനൗൺസ്മെൻറ്റ് ചെയ്ത്, അങ്ങനെ അനൗൺസ് ചെയ്തിട്ടാണ് ആൾക്കാർ വണ്ടി എടുത്ത് മാറ്റുന്നത്. ഞാൻ എൻ്റെ ബൈക്കിനാണ് അവിടെ വെച്ചിന് ബീച്ചിൽ. വേഗം പോയി നോക്കുമ്പോഴത്തേക്ക് ബൈക്കിനടുത്ത് എത്തിയിട്ടില്ല. ഞങ്ങൾക്ക് കയറ്റി വെച്ചിന്. എനിക്കറിയാം ഇത് രാത്രി ഏറ്റവും ഉണ്ടാവും, വെള്ളം ഏറ്റവും ഉണ്ടാവും. അപ്പോൾ ഞാൻ കയറ്റി വെച്ചിന്, ഇങ്ങ് വെച്ചിന് കാറ്റാടീൻ്റെ, അതായത് കുറച്ച് ഇങ്ങോട്ട് കയറ്റി വെച്ചിന്. ബൈക്ക് നമുക്ക് കയറ്റി വെക്കല്ല. പക്ഷേ കാറെല്ലാം കുറച്ച് അങ്ങോട്ടേ ഇല്ല, വരിയായിട്ട് വെച്ചിന് കാറ്. അപ്പോൾ കാറിനെല്ലാം ഇങ്ങനെ വന്നിട്ട് വെള്ളം ഇങ്ങനെ അടിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ബൈക്ക് വെറുതെ നോക്കാൻ പോയി അതിനിടയ്ക്ക്, പരിപാടീൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ഒന്ന് അപ്പാനായി കാണണ്ടേ ഇത് കാറിനിങ്ങനെ വെള്ളം അടിക്കുന്നത്. അപ്പോൾ ആദ്യമേ പറഞ്ഞു ഒന്ന് അനൗൺസ് ചെയ്യണം, ഇങ്ങനെ കാറിലുണ്ടെങ്കിൽ കാറിലിങ്ങനെ എടുത്ത് മാറ്റാൻ വേണ്ടി അനൗൺസ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് കാറെടുത്ത് മാറ്റുന്നത്. ആൾക്കാർ കാറിലെടുത്ത് മാറ്റി. അപ്പോൾ ഇപ്പോൾ നോക്കുമ്പോഴത്തേക്ക് ഇതാ വെള്ളം ഇതിങ്ങുണ്ട്, ഇങ്ങ് വരെ ഉണ്ട് വെള്ളം, ഇങ്ങ് വരെ വെള്ളമുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടി വളച്ചിട്ട് വരുന്നുണ്ട്. ഓക്കെ, അത് നമുക്ക് പോവാം കേട്ടോ. ഇത് നമ്മളെ വണ്ടി, ഇത് മനീഷിൻ്റെ വണ്ടി കേട്ടോ. അവന് കാസർഗോഡ് നിന്ന് എടുത്തിട്ട് വന്നതാണ്. പോവാം മനുഷ്യ, നമ്മൾ ചെക്കനെ കയറ്റിയിട്ടില്ലേ? അല്ല ആടക്കടാ, ഇങ്ങോട്ടാടാ. എടാ ഇവനാന്ന് പയങ്ങളുടെ നല്ല ഈ പയങ്ങളടാ ബീവറോടാ. ഇവനറിയെങ്ക് പോട്ടാന്നാ വരുന്നാ അങ്ങോട്ട് നാട്ടിലേക്ക് വരുന്നാ. അത് ശരി എന്നാ പോവാ. ഇതാ അപ്പോൾ നമ്മൾ നേരെ ഇനി ഈ നാട്ടിലേക്ക്. നമുക്ക് ഇടങ്ങ് നല്ല ചായ കുടിക്കണ്ടാ. എവിടെ നമുക്ക് കണ്ണൂർ നമ്മളെ അവിടെ നിന്ന് തന്നെ എപ്പോഴും കുടിക്കല. അവിടെ നല്ല മുട്ട പൊങ്ങിയതും ചായയും നല്ല അരിയുണ്ടിയും ഉണ്ടാവും. അരിയുണ്ടോ? എവിടുന്ന അറിയാ? പൊള്ളിച്ചതാ? അപ്പം പൊള്ളിച്ച എവിടെയാടാ നല്ല നോക്കാം. ഫുഡ് കഴിച്ചിട്ടില്ല, ഫുഡ് കഴിക്കണത്തില്ല. ഇപ്പൊ സമയം ഞാൻ വിട്ടുപോയി. നമുക്ക് പോകുമ്പോൾ നല്ല കഴിക്കാം. നമ്മളെ ചെക്കൻ്റെ വാച്ച് ഇട്ടെന്ന് എനിക്ക് സ്റ്റേജിൽ കയറും. ഇതാ അർഫാസ്, എൻ്റെ പേരെന്നല്ല ശരിക്കും? അർഫാസ്. എൻ്റെ കൂടെ വർക്കിന് വന്നേ. മിന്നാ നമ്മളൊരു കല്യാണ വർക്ക് ഫോട്ടോഗ്രാഫി ചെയ്യുന്നത്. അപ്പോൾ മിന്നാമത്തെ വർക്കിന് ഇവൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നിങ്ങനെ വിളിച്ച് അയാളെ പരിപാടി ഉണ്ടോ പാടാ. ഓൻ ചെക്കൻ ഓടിച്ചാടി കളിച്ച് റൈറ്റ് ഓടിച്ചാടി കളിച്ചെന്ന് പറഞ്ഞു. ഓടിച്ചാടി വന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് വന്നാൽ ഞാൻ ശരിക്കും ബൈക്ക് എടുത്തിട്ട് വരാൻ വിചാരിച്ചു. പിന്നെ നമ്മൾ ഇവന് അങ്ങനെ വണ്ടി എടുത്തത്. കാരണം ഇവനിക്ക് പോക്ക് കുറച്ച് റിസ്ക്കാണ്. കാരണം ചെറുത്തൂരല്ലേ, ചെറുത്തൂർ ട്രെയിനിൽ സ്റ്റോപ്പ് മാവിലാടം. ഇവൻ്റെ സ്ഥലം മാവിലാടം. അപ്പോൾ ചെറുത്തൂരേക്ക് അവിടെ സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഉണ്ടാവില്ല. അപ്പോൾ
രാത്രി പോക്ക് സീനാണ്. പിന്നെ 3 മണിക്കാറ്റാണ് വെസ്റ്റ് കോസ്റ്റ് അല്ലേ. കണ്ണൂരിൽ നിന്ന് ഫുൾ പോസ്റ്റാവും, കട്ട പോസ്റ്റാവും. അതുകൊണ്ട് ഇവന് വണ്ടി എടുത്ത് വന്നു. റേറ്റ് അങ്ങനെ വണ്ടി എടുത്ത് വന്നെയാ. അപ്പോൾ നമ്മൾ പഴങ്ങാടിയിൽ നിന്ന് കയറി. അപ്പം അങ്ങനെ നമുക്ക് നേരെ പോയിട്ട് ചായ പിടിക്കാട്ടോ കണ്ണൂർ. എവിടെ നമ്മളെ പുതിയ സ്റ്റാൻഡില്ലേ, KSRTC സ്റ്റാൻഡ്. പുതിയ സ്റ്റാൻഡല്ല, KSRTC സ്റ്റാൻഡിൻ്റെ അവിടെ നല്ല മിൽമൻ്റെ ചായ കിട്ടും. മിൽമ, നമുക്ക് അവിടെ നിന്ന് ചായ പിടിക്കാം. ഓക്കെ. പിന്നെ ഇവനെന്താവും അപ്പം വിളിച്ചാലും പറയും, നോക്കാം, നമുക്ക് അവിടെ എത്തിയിട്ട് നോക്കാം. ഓക്കെ. ഇത് നമ്മൾ വന്ന റോഡ് തന്നെയാടാ? അല്ല അല്ലേ, നമ്മൾ വന്ന അപ്പുറത്തെയാണല്ലേ? ആ, നമ്മൾ വന്ന അപ്പുറത്തെയാണ്. ആ ചേട്ടനോട് ചേട്ടാ മെയിൻ റോഡ് എങ്ങോട്ടാ? സ്ട്രെയിറ്റാ? മെയിൻ റോഡ് സ്ട്രെയിറ്റ് അല്ലേ? ഓക്കെ താങ്ക്സ്. ഓ, കാരണം ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് എനിക്കൊരു പിടുത്തം കിട്ടില്ല. ഇപ്പോൾ സമയം 11:30. എത്ര മണിയായിടാ? 11:30. 11:33 അല്ലേ? 11:33 അപ്പോൾ നാട്ടിലെത്തുമ്പോൾ നിങ്ങൾ കുറച്ച് നല്ല ടൈം എടുക്കൂടാ അല്ലേ? നിങ്ങൾ 2-3 മണിയാവൂലേ? 2 മണി എന്തായാലും. നമുക്ക് പിന്നെയും കുഴപ്പമില്ല. ഇവിടുന്ന് ഒരു 1.5 മണിക്കൂർ നമുക്ക് യാത്ര. 1.5 മണിക്കൂർ. എത്രയാണ് വേണ്ടി?